വെൽക്കം ടു വിസ്ഡം ടോക്സ്. വിസ്ഡം ടോക്സിൽ ഇന്നൊരു ചെറിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് തമിഴ്നാട്ടിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ചുണ്ടക്ക വത്തൽ കുളമ്പ് എന്ന് പറയും. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് ഉണങ്ങിയ ചുണ്ടക്ക ആവശ്യമാണ്. പിന്നെ ഈ റെസിപ്പി നമ്മൾ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ചെറിയുള്ളി അല്ലെങ്കിൽ വെല്ലുള്ളി, അത് ഒരു 1-1.5. വെല്ലുള്ളി ആണെങ്കിൽ ഒരു 1-1.5, ചെറിയുള്ളി ആണെങ്കിൽ ഒരു 10-15 എണ്ണം. പിന്നെ തക്കാളി, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ജീരകം. ഇത്രയും കാര്യങ്ങൾ മാത്രം മതി ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് വിരശല്യം ഉണ്ടെങ്കിൽ നല്ലതാണെന്നാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുവന്നാലോ. ഇതിന് വേണ്ടിയിട്ട് ചുണ്ടക്ക എടുത്തിട്ട് നമ്മൾ വറുത്തിട്ട് വെക്കണം. നല്ലെണ്ണയിലാണ് വറുക്കേണ്ടത്. പിന്നെ ചൂടായ നല്ലെണ്ണയിലേക്ക് കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട്. ജീരകം നന്നായിട്ട് പൊരിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി ചേർക്കുക. എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെല്ലുള്ളിയാണ് ചേർത്തത്. പിന്നെ വേണ്ടത് കറിവേപ്പില, പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഈ ഉള്ളി ഇടുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ട് വറുക്കണം, നല്ല ഫ്രൈ ആയിട്ട് വറുത്തെടുക്കണം ഉള്ളി അത്യാവശ്യം നന്നായിട്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ്. തക്കാളി നമ്മൾ കുറച്ചധികം ചേർക്കണം. 1.5 ഉള്ളിയാണെങ്കിൽ 2 അത്യാവശ്യം വലുപ്പമുള്ള തക്കാളി ഇതിലേക്ക് ആവശ്യമുണ്ട്. കാരണം ഈ കറി അത്യാവശ്യം പുളിപ്പോട് കൂടെയാണ് ഉണ്ടാക്കുന്നത്. തക്കാളി നല്ല അങ്ങനെ കുഴയുന്ന പോലെ വേവിക്കണം. തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള മസാലപ്പൊടികളൊക്കെ ചേർക്കുന്നത്. മെയിനായിട്ട് വേണ്ട മസാലപ്പൊടികൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി കുറച്ചധികം ചേർക്കുന്നതാണ് നല്ലത്. കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 2 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടിയും 2 സ്പൂൺ ചേർക്കണം. പുളിയൊക്കെ ഒഴിക്കുമ്പോഴുള്ളൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്താലാണ് ആ ഒരു ടേസ്റ്റ് വരുന്നത്. അതിനുശേഷം കരിഞ്ഞു പോകാതെ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നല്ലോണം മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് പുളിവെള്ളം ഒഴിക്കുക. ഞാനിപ്പോൾ പുളിവെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ വെള്ളമായിട്ട് തോന്നും. ഞാൻ ഒരു കയ്യിൽ ക്യാമറ പിടിച്ചിട്ട് പുളി അങ്ങനെ മിക്സാക്കി പിഴിഞ്ഞൊഴിക്കാൻ പറ്റാത്തത് കൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഒഴിച്ചത്. ഇതിന് ശേഷം ഞാൻ ക്യാമറ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുറുകി വരുന്നത് വരെ അടച്ച് വെച്ചിട്ട് നല്ലോണം വേവിക്കണം. ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി നോക്കുക. നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ സൈഡിൽ എണ്ണ പിരിഞ്ഞ് വരുന്നത് കണ്ടോ, നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ നല്ലെണ്ണ സൈഡിൽ പിരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഞാനൊരു സാധനം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. മല്ലിയില ഒരു കുറച്ചെടുത്തിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമ്മൾ വറുത്തെടുത്ത ചുണ്ടക്ക ഈ സമയത്ത് എണ്ണ പിരിഞ്ഞ് വരുന്ന സമയത്താണ് ഈ വറുത്തെടുത്ത ചുണ്ടക്ക നമ്മൾ കറിയിലേക്ക് ചേർക്കേണ്ടത്. നല്ലെണ്ണ അടുപ്പിൽ വെക്കുമ്പോൾ തന്നെ ഈ ചുണ്ടക്ക വറുത്തെടുക്കണേ. എൻ്റെ അടുത്ത് ആ ക്ലിപ്പ് കാണാതായി പോയിട്ടുണ്ട്. ഇപ്പം ഞാൻ എല്ലാം ശർക്കരപ്പൊടിയാണ് മല്ലിയില മിക്സ് ചെയ്തതിന് ശേഷം എരിവൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി അടച്ച് വെക്കുക. ഇത് നമുക്ക് ചൂടുള്ള ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയണേ.